നമസ്കാരം. ഞാൻ നിൽക്കുന്നത് വളരെയധികം ശോചനീയാവസ്ഥയിൽ നിൽക്കുന്ന 4-5 മാവൂർ പഞ്ചായത്തിലെ 4-5 വാർഡുകളിലെ കുറ്റിക്കടവ്, കണ്ണിപ്പറമ്പ്, നടപ്പാലം. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന ഈ പാലത്തിന് യാതൊരു വിധത്തിലുള്ള അറ്റകുറ്റപ്പണികളും നടക്കുന്നില്ല. ഐ ആം ഷാഫി. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവം, ചില വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കും, എല്ലാ രീതിയിലും സജീവമായിരിക്കുന്നത് ഷാഫിയുടെ നാടാണ്. ഷാഫിക്ക് എന്താണ് ഈ ഒരു പാലമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഈ പാലത്തിന് ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട്. പണ്ട് ഒരു ചെറിയ നടപ്പാലത്തിന്റെ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്താണ് ഇത് കൊണ്ടുവന്നാണ്. ഇപ്പൊ ഇതിന്റെ കാലം കണ്ടില്ല ഞങ്ങള്. ഒരു കാറ് വന്നു കഴിഞ്ഞാല് ഒരാൾക്ക് നടക്കാനുള്ള സ്ഥലമില്ല. വഴിയാത്രക്കാർക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെ കാർ യാത്രക്കാർക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ഈ ഒരു പാലത്തിന്റെ കൈവരീനെ വിശ്വസിച്ചിട്ടാണ് ആളുകൾ ഈ ഒരു വണ്ടി വരുമ്പോൾ ഇതിന്റെ മുകളിലേക്ക് ചാരി നിൽക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഇല്ലെങ്കിൽ ആരെങ്കിലും വെള്ളത്തിൽ വീണ് മരിച്ചു എന്നുള്ളൊരു വാർത്ത എത്രയും പെട്ടെന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ കൂടെ നമ്മളുടെ ഒരു പുതിയ പാലത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഒരുപാട് വർഷങ്ങളായി. അതിൻ്റെ പ്രപ്പോസലും കാര്യങ്ങളും സർവേകളും ഒക്കെ കഴിഞ്ഞു. ചെറിയൊരു ഫണ്ട് പാസ്സാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇവിടെ സർവേ ഒക്കെ ചെയ്തു. ഇനി പാലത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇതുവരെ പാസ്സായിട്ട് വന്നിട്ടില്ല. ഇത് എന്ന് പറഞ്ഞാൽ തെങ്ങിൽക്കടവ് പിന്നെ മെഡിക്കൽ കോളേജ് റോഡിന് ബദൽ റോഡായിട്ട് വരേണ്ട റോഡാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വരാൻ പറ്റുന്ന റോഡും MBRലേക്ക് പോകുന്ന റോഡും ആംബുലൻസ് ഒക്കെ ഒരുപാട് പോകുന്ന റോഡും ആണിത്. ഒരുപാട് ആളുകൾ ദിനംപ്രതി, നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ എത്ര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവര്. പെട്ടെന്നൊരു പരിഹാരം ഇത് പറഞ്ഞാൽ MLA വഴിയും MP വഴിയും ഒക്കെ നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് ഇതിന് കാണുന്നത്. പക്ഷെ ഇതിന്റെ ഒരു അപകടാവസ്ഥയും ഇതിന്റെ ഒരു ആവശ്യകതയും അവർ മനസ്സിലാക്കുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. MLA മാവൂർ പഞ്ചായത്തില് 4-5 വാർഡുകളിൽ പെടുന്ന കുറ്റിക്കടവ് പാലം, കുറ്റിക്കടവ് നടപ്പാലമാണ്. ഈ നടപ്പാലം വർഷങ്ങളായിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ്. ഏത് സമയത്ത് അപകടം സംഭവിക്കുക. അതിനിടയ്ക്ക് ഒരു മരണം നടക്കുന്നത്. ചെറിയ കുട്ടികൾ, മദ്രസയിൽ പോകുന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ വാഹനം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് നടക്കാൻ പറ്റില്ല. ഈ നടക്കാതെ ഈ വാഹനത്തിന്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ, ഈ കലുങ്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇത് കൈവരികളൊക്കെ താഴേക്ക് ഏത് നിമിഷവും നിലം പതിക്കുന്ന അവസ്ഥയാണ്. അത് വല്ലാത്തൊരവസ്ഥയിലാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് അതൊന്ന് സൂചന തരികയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ MLA ഏതെങ്കിലും രീതിയിൽ അതിന്റെ കാര്യത്തിൽ നിന്ന് ഇടപെടുകയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഷീ അഹമ്മദ് MP ഉള്ള കാലത്ത് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചൊരു പാലാണ്. അതിന്റെ ഉടമസ്ഥാവകാശവും അതിന്റെ മെയിൻ്റനൻസും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നടത്തേണ്ടത്. അത് MLAക്ക് പോയിട്ട് നന്നാക്കാൻ കഴിയില്ല. അത് നന്നാക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അപ്പൊ അത് നന്നാക്കുന്നതുമായിട്ടുള്ള ഒരു ബാധ്യതയും MLAക്ക് എടുക്കാൻ കഴിയില്ല. കാരണം അത് പഞ്ചായത്തിൻ്റെതാണ്. MLA പല ഫണ്ടുകളും ചെലവഴിക്കുന്നുണ്ട്. റിപ്പയറിന്റെ ഫണ്ട് ചെലവഴിക്കാൻ പറ്റില്ല. മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റില്ല. പുതിയ പാലങ്ങൾ മാത്രമാണ് MLA ഫണ്ട്. പുതിയ പാലങ്ങൾ ഉണ്ടാക്കാം. അത് പുതിയ പാലം നടക്കുകയാണെങ്കിൽ ഇപ്പോ പുൽപ്പറമ്പ് മുക്ക് നിന്ന് ഒരു പുതിയ റോഡിന്റെ പ്രപ്പോസൽ വരുന്നുണ്ട്. അത് പുൽപ്പറമ്പ് മുക്ക്, നായർകുഴി, MBR ഹോസ്പിറ്റൽ, വെള്ളലശ്ശേരി, കഴുത്തൂട്ടിമുക്ക്, കണ്ണിപ്പറമ്പ്, കുറ്റിക്കടവ്, ചെട്ടിക്കടവ് ഒരു പാലത്തിന്റെ പ്രപ്പോസൽ ഇപ്പം സെൻട്രൽ റോഡ് ഫണ്ടിൽ ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന് അയച്ചിട്ടുണ്ട്. ഒരു പ്രപ്പോസൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് അയച്ചിട്ടുണ്ട്. അതിൽ അവിടെ ഒരു പാലം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കുറ്റിക്കടവിൽ. പക്ഷെ അത് ഈ പാലം നിൽക്കുന്ന സ്ഥലത്തല്ല. അതിന്റെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ വേറെയാണ്. തൊട്ടടുത്താണ് ഉള്ളത്. അത് സെൻട്രൽ റോഡ് ഫണ്ടിൽ നമുക്ക് പാലം കിട്ടുന്ന അവസരത്തിൽ ലാൻഡ് അക്വിസിഷൻ അവർ പൈസ തരൂല. ലാൻഡ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ആ ലാൻഡ് നമ്മളടുത്ത് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കേരള ഗവൺമെന്റ് 50 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വെച്ചിട്ട് ആ പാലത്തിന്റെ ഇൻവെസ്റ്റിഗേഷനും അക്വിസിഷൻ നടപടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് പൂർത്തിയാക്കി വെക്കാൻ 50 ലക്ഷം പാസ്സായിട്ടുണ്ട്. അത് വർക്ക് അത് ചെയ്യുന്നുണ്ട്. അക്വിസിഷൻ ഉൾപ്പെടെ ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഈ പാലുമായിട്ടുള്ള ബന്ധമല്ല. അത് കുറച്ച് മാറിയിട്ടാണ് മറ്റേ പാലം വരുന്നത്. അപ്പൊ ഈ ഒരു പാലം എത്ര കാലം കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അതല്ല, അത് സെൻട്രൽ റോഡ് ഫണ്ടിലാണ്. ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്ന് ഒരു പൈസയും നമുക്ക് കിട്ടിയിട്ടില്ല. കേരള ഗവൺമെന്റ് കിട്ടിയിട്ടില്ല.
അപ്പോൾ ആ പ്രപ്പോസൽ കേരള ഗവൺമെന്റ് അയച്ചിട്ടുണ്ട്, അതിലിപ്പോ 50 കഴിഞ്ഞ കൊല്ലം അയച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 50 ലക്ഷം റുപ്യ സ്ഥലം. ഉപയോഗിച്ചത്. കാരണം സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്ന് ഒരു പണം അനുവദിക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്നതിന് സ്ഥലം അക്വിസിഷനൊന്നും അതിൽ പൈസ കിട്ടൂല. അപ്പൊ അതൊക്കെ റെഡിയാക്കിയിട്ടാണ് കൊടുക്കണം. എല്ലാം മാറ്റി വെച്ചെങ്കിലേ അവരവരുടെ പൈസ ഉപയോഗിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു പാലായിട്ട് ബന്ധപ്പെട്ട് ഈ പാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു പരിപാടിയില്ല. സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ സംസ്ഥാന സർക്കാരിനെ ചെയ്യാൻ പറ്റൂല. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉടമസ്ഥതയിലുള്ള ഒരു സാധനമാണ്. അത് അവർ തന്നെ നന്നാക്കണം. അതാണല്ലോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേക്ക് പറയാൻ. ഈ ഒരു അവസ്ഥയാണുള്ളത്. ഒരു വാഹനം വന്നു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണത്. എന്തില്ല, ഒരാളുകൾക്ക് ശരിക്കൊന്ന് കയറി നിൽക്കാനോ സംവിധാനം ഒന്നുമില്ല.